നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. കുന്നംകുളം നഗരസഭ 10ാം വാർഡിൽ ഉൾപ്പെട്ട പാറയമ്പാട മേഖലയിൽ വ്യാപകമായി തീപിടുത്തം. കൊയ്ത്തു കഴിഞ്ഞ ഏകദേശം 5 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ പുല്ലിനും അടിക്കാടിനുമാണ് തീപിടിച്ചത്. ഇന്നലെ ഉച്ചയോടെയാണ് ജനവാസ മേഖലയ്ക്ക് സമീപത്തുള്ള പാടത്ത് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉണങ്ങിക്കിടന്ന പുല്ലായതിനാൽ അതിവേഗം തീ പടരുകയായിരുന്നു. വിവരം ലഭിച്ച ഉടൻ തന്നെ കുന്നംകുളം അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അഗ്നിശമന സേനയുടെ മിസ്റ്റ് ടെക്നോളജി യൂണിറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തും ഫയർ മീറ്ററുകൾ ഉപയോഗിച്ചടിച്ചും ഏറെ പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. കൃത്യസമയത്ത് ഇടപെട്ടതിനാൽ സമീപത്തെ പുരയിടങ്ങളിലേക്കോ വീടുകളിലേക്കോ തീ പടരുന്നത് ഒഴിവാക്കാൻ സാധിച്ചു. വേനൽ കടുത്തതോടെ പാടശേഖരങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അഗ്നിശമന സേന അറിയിച്ചു. 2 പോക്സോ കേസുകളിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന പ്രതിക്ക് മറ്റൊരു പോക്സോ കേസിൽ 10 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും വിധിച്ച് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. ചാവക്കാട് തിരുവത്ര റമളാൻ വീട്ടിൽ 70 വയസ്സുള്ള മൊയ്തു റമളാനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 11 വയസ്സുള്ള പെൺകുട്ടിയെ 2021 ഫെബ്രുവരി മാസം ആവർത്തിച്ചുള്ള ലൈംഗികാതിക്രമം നടത്തുകയും പ്രതിയുടെ മൊബൈലിൽ അശ്ലീല വീഡിയോ കാണിക്കുകയും ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. ഇതേ കോടതി തന്നെ ഒരു കേസിൽ ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവും മറ്റൊരു കേസിൽ 23 വർഷം കഠിന തടവും ശിക്ഷ വിധിച്ചത് പ്രതി അനുഭവിച്ചു വരികയാണ്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരമറിഞ്ഞതിനെ തുടർന്ന് CPO പ്രസീത കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI ബിബിൻ ബി നായർ FIR രജിസ്റ്റർ ചെയ്തു. കേസിന്റെ ആദ്യാന്വേഷണം നടത്തി. SI D വൈശാഖ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഗ്രേഡ് ASI പ്രവീൺ കേസിന്റെ അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി 14 സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകളടക്കം 20 രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. വിസ്താരവേളയിൽ ലൈസൺ ഓഫീസർ A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. അജയ് മോഹന് വേണ്ടി മകൾ സുഭദ്ര പ്രചരണ രംഗത്ത്. അച്ഛന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തിരക്കെല്ലാം മാറ്റിവെച്ച് മകൾ സുഭദ്ര കുന്നംകുളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരണത്തിന് ഇറങ്ങി. അയ്യൂർ പ്രദേശത്തു നിന്നാണ് വൈകിട്ട് പ്രചാരണത്തിന് തുടക്കമിട്ടത്. മണ്ഡലത്തിലുള്ള 1,95,000 മുകളിലുള്ള വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സമയക്കുറവുള്ളതിനാൽ മകൾ അച്ഛനു വേണ്ടി വോട്ട് പിടിക്കുന്നത് ഏറെ കൗതുകത്തോടെയാണ് വോട്ടർമാർ നോക്കിക്കാണുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറി കൂടിയായ K ജയശങ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപി, CMP നേതാവ് ഫൈസൽ ഐനൂർ, VK മുഹമ്മദ്, M ഉദയശങ്കർ, EA മുസ്തഫ, സുബ്രു ഐനൂർ, CB പഴഞ്ഞി തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കടവല്ലൂർ മണ്ഡലം UDF കൺവെൻഷൻ കൊരട്ടിക്കര കിൻസ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മലപ്പുറം UDF കൺവീനർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം UDF ചെയർമാൻ TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. രാസലഹരിയുടെ വിപണന കേന്ദ്രമായി മാറിയ കേരളത്തിൽ നിന്ന് അതിശക്തമായ നടപടിയിലൂടെ ലഹരി വിമുക്തമാക്കാനും ഇന്ദിര ഗ്യാരണ്ടിയിലൂടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനുമുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് അഷ്റഫ് കോക്കൂർ പറഞ്ഞു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറിമാരായ K ജയശങ്കർ, KC ബാബു, ബിജോയ് ബാബു, സിദ്ദിഖ് പന്താവൂർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ഗഫൂർ പള്ളിക്കുളം, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ കടവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീൻ എറണാകുളം ബസാറിൽ പര്യടനം നടത്തി. കുന്നംകുളം മണ്ഡലത്തിൽ നിന്നും ഉപജീവനത്തിനായി എറണാകുളത്ത് കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും തൊഴിലാളികളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. മണ്ഡലത്തിലെ കടവല്ലൂർ, കാട്ടകമ്പാൽ, പോർക്കുളം, കടങ്ങോട്, ചൊവ്വന്നൂർ പഞ്ചായത്തുകളിലും കുന്നംകുളം നഗരസഭാ പരിധിയിലെ പ്രദേശങ്ങളിൽ വ്യാപാര രംഗവുമായി ബന്ധമുള്ളവരുമായി ആശയവിനിമയം നടത്തി.
CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, കാട്ടകമ്പൽ പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, എറണാകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനോദ് മാത്യു, വ്യാപാരി വ്യവസായി സമിതി എറണാകുളം ജില്ലാ സെക്രട്ടറി അബ്ദുൽ വാഹിദ്, KDFE പ്രസിഡന്റ് രാജേഷ് രാഘവൻ, സെക്രട്ടറി ജയ്മോൻ, ട്രഷറർ റോയ്മോൻ, മൊബൈൽ സമിതി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തൃത്താല മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാമിനെ വിജയിപ്പിക്കാൻ UDF ചാലിശ്ശേരി പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻ പുളിയഞ്ഞാലിന്റെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം സുബൈർ കൊഴിക്കര മുഖ്യപ്രഭാഷണം നടത്തി. UDF കൺവീനർ റസാഖ് പുളിയഞ്ഞാലിൽ, UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, കൺവീനർ SMK തങ്ങൾ, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, AICC നിരീക്ഷകൻ ഗണേഷ് കുമാർ യാദവ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്മന്തിട്ട ശ്രീ മഹാദേവൻ ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. 8ാം വിളക്ക് ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ നട തുറന്ന ശേഷം പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടന്നു. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. വൈകിട്ട് 6-ന് ഭഗവാൻ ആനപ്പുറത്തേറി ആറാട്ട് കടവിലെത്തി. ക്ഷേത്രം തന്ത്രി പുല്യന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ ആറാട്ടുകുള പൂജകൾക്കു ശേഷം തന്ത്രി ഭഗവാന്റെ തിടമ്പുമായി 3 തവണ സ്നാനം നടത്തി. ക്ഷേത്രം മേൽശാന്തി ഏറിയാട് വാസുദേവൻ നമ്പൂതിരി സഹകാർമ്മികനായി. തുടർന്ന് ഭക്തജനങ്ങളും ഭഗവാനോടൊപ്പം കുളത്തിൽ മുങ്ങിക്കയറി. പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ശേഷം ശാന്തസ്വരൂപനായ ദേവന്റെ തിടമ്പ് വാദ്യാഘോഷങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും ഒരുക്കിയിരുന്നു. ക്ഷേത്ര പ്രദക്ഷിണം നടത്തി ഭഗവാനെ ശ്രീകോവിലേക്ക് ആനയിച്ചതോടെ ഉത്സവത്തിന്റെ കൊടിയിറങ്ങി. 8 ദിവസങ്ങളിലായി നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ഊരായ്മ ദേവസ്വം മാനേജർ MS രാധാകൃഷ്ണൻ, ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് രാജൻ, സെക്രട്ടറി രാജേഷ്, ട്രഷറർ അനിൽ എന്നിവരും ക്ഷേത്രത്തിന് പുറത്തു നടന്ന ആഘോഷങ്ങൾക്ക് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ചരമം തിരുവത്ര പുത്തൻ കടപ്പുറം ജീലാനി നഗറിൽ താമസിക്കുന്ന പരേതനായ എടക്കഴിയൂർക്കാരൻ മുട്ടിൽ മൊയ്തീന്റെ ഭാര്യയും ഹാജിയാർ മുഹമ്മദ് ഉണ്ണിയുടെ സഹോദരിയുമായ പാത്തുമ്മ നിര്യാതയായി. 92 വയസ്സായിരുന്നു. ഖബറടക്കം പുത്തൻ കടപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. അബ്ദുൾ റഷീദ്, മുഹമ്മദ് ഹസൻ, മുസ്തിരി ബീഗം എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.